ഗ്രേറ്റ തുൻബർഗിനെ നമ്മുടെ ഇന്ത്യക്കാർ മറക്കാനിടയില്ല. കാരണം ടൂൾ കിറ്റുമായി കർഷക സമരത്തിൽ നമ്മുടെ രാജ്യത്ത് കലാപം ആളിക്കത്തിക്കാൻ ഇൻ്റർനാഷണൽ പ്രൊപ്പഗാൻഡ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാനായി നമ്മുടെ രാജ്യത്തേക്ക് ഇറങ്ങിത്തിരിച്ച ഒരു പെൺകൊടിയാണ് ഗ്രേറ്റ തുൻബർഗ് എന്ന് പറയുന്നത്. ഈ ഗ്രേറ്റ തുൻബർഗിനെതിരെ അന്ന് നമ്മുടെ രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം പല വിഭാഗങ്ങൾക്കിടയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഗ്രേറ്റ തുൻബർഗ് മാത്രമല്ല, മിയ ഖലീഫ അടക്കമുള്ള പോൺ സ്റ്റാർസിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. റിയാന പോലെയുള്ള റാപ്പ് സ്റ്റാർസുകൾക്കെതിരെയും പോപ്പ് സിംഗേഴ്സിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഈ ഗ്രേറ്റ തുൻബർഗ് പിന്നീട് ഇവരൊരു ടൂൾ കിറ്റുമായിട്ടാണ് വന്നതെന്നും ഈ ടൂൾ കിറ്റിൻ്റെ പിന്നിൽ നമ്മുടെ രാജ്യത്തെ എങ്ങനെയൊക്കെ തകർക്കണം എന്നുള്ള കാര്യങ്ങളാണ് എഴുതിയിരുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ അന്വേഷണ ഏജൻസിക്കും മാധ്യമങ്ങൾക്കും എല്ലാം ലഭിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഗ്രേറ്റ തുൻബർഗ് എവിടെയാണ്? ഇസ്രായേലിനെ ഒന്ന് ചൊറിയാൻ പോയതാണ്. ഇസ്രായേൽ പിടിച്ച് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഗാസയിലേക്ക് പോവുകയായിരുന്ന പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗിൻ്റെ കപ്പൽ പാതി വഴിയിൽ ഇപ്പോൾ ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ്. ലഭിച്ച വിവരമനുസരിച്ച് ഇസ്രായേൽ നാവികസേന കപ്പൽ മധ്യത്തിൽ നിർത്തി ഗ്രേറ്റ തുൻബർഗിനെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. കപ്പലിൽ തുൻബർഗ് ഉൾപ്പെടെ 12 പേർ ഉണ്ടായിരുന്നു. ഫ്രീഡം ഫ്ലോട്ടില്ല കോയലീഷൻ നടത്തിയിരുന്ന ഗാസയിലേക്കുള്ള മാനുഷിക സഹായം എത്തിക്കുകയായിരുന്നു മാഡലൈൻ എന്ന് പറയുന്ന ഈ കപ്പൽ. ലഭിച്ച വിവരമനുസരിച്ച് മാഡലൈൻ്റെ ഓപ്പറേറ്റർമാർ ടെലിഗ്രാം വഴി IDF ഇസ്രായേൽ പ്രതിരോധ സേന പുലർച്ചെ 3 മണിയോടെ കപ്പലിലെത്തിയതായി അറിയിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്തതായും ഇസ്രായേൽ നാവികസേന കപ്പൽ അഷ്ദോദ് തുറമുഖത്തേക്ക് കൊണ്ടുപോകുന്നതായും പറയപ്പെടുന്നു. നേരത്തെ കപ്പൽ ഇസ്രായേൽ പ്രദേശത്ത് എത്തുമെന്ന് IDF 1 മണിക്കൂർ മുമ്പ് കണക്കാക്കിയിരുന്നു. ഇസ്രായേൽ നാവികസേന മഡലൈനുമായി ബന്ധപ്പെടുകയും അതിൻ്റെ ഗതി മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നുവെന്നും ആരോപിക്കപ്പെടുന്നുണ്ട്. എന്തായാലും പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗും മറ്റ് പ്രവർത്തകരും സഞ്ചരിച്ച കപ്പൽ സഹായ കപ്പൽ ഗാസ മുൻപിൽ എത്തുന്നത് തടയുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഹമാസ് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് തടയാൻ ലക്ഷ്യമിട്ടുള്ള ഫലസ്തീൻ പ്രദേശത്തിന് നേരെയുള്ള നാവിക ഉപരോധം തകർക്കാൻ ആരെയും ഇസ്രായേൽ അനുവദിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഞായറാഴ്ച, അതായത് ജൂൺ 8-ാം തീയതി കൃത്യമായി പറഞ്ഞിരുന്നു. ഗാസയിലെ കടൽ ഉപരോധം തകർക്കുക, മാനുഷിക സഹായം എത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായി കഴിഞ്ഞ ഞായറാഴ്ചയാണ് കപ്പൽ സിസിലിയിൽ നിന്ന് യാത്ര തിരിച്ചത്. പോരാത്തതിന് പലസ്തീൻ പ്രദേശത്ത് വളർന്നു വരുന്ന മാനുഷിക പ്രതിസന്ധിയെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഞായറാഴ്ച തന്നെ ഗാസ ജലാശയങ്ങളിലെത്താൻ പദ്ധതി ഇടുന്നതായി ഈ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഇസ്രായേൽ ഇവർക്ക് തക്കതായിട്ടുള്ള വാണിംഗ് കൊടുത്തതാണ്. ഫലസ്തീനികൾക്കെതിരായിട്ടുള്ള ഇസ്രായേലിൻ്റെ നയങ്ങളെ എതിർത്തതിന് ഇസ്രായേലിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കപ്പെട്ട ഫ്രഞ്ച് യൂറോപ്യൻ പാർലമെന്റ് അംഗവും ഫലസ്തീൻ വംശജനുമായിട്ടുള്ള റിമ ഹസനും കപ്പലിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ മാസം ഫ്രീഡം ഫ്ലോട്ടില്ല കടൽ മാർഗം ഗാസയിലെത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. എന്നിരുന്നാലും അന്താരാഷ്ട്ര ജലാശയത്തിൽ പ്രവേശിച്ചപ്പോൾ ഗ്രൂപ്പിലെ മറ്റൊരു കപ്പലിന് നേരെ മാൾട്ട 2 ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയെന്ന് പറയപ്പെടുന്നു. അതും പരാജയപ്പെട്ടു. ആക്രമണത്തിന് ഇസ്രായേലിനെ സംഘം കുറ്റപ്പെടുത്തിയിരുന്നു. ആക്രമണത്തിൽ കപ്പലിൻ്റെ വില്ലിന് കേടുപാടുകൾ സംഭവിച്ചതായിട്ടും പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഗ്രേറ്റ തുൻബർഗ് ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലായതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഈ പാരിസ്ഥിതിക സാമൂഹിക പ്രവർത്തകർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.